മോസ്റ്റ് ഓഫ് ദ പാരൻസിനുള്ള ഒരു കൺസേൺ തന്നെയാണ്. ചെറിയ ഏജിൽ സ്റ്റാർട്ട് ചെയ്യണോ, ഈ ഭാഗങ്ങളിൽ തട്ടുമ്പോൾ അവൻ കൈ തട്ടി മാറ്റുന്നു. അമ്മയും വിചാരിച്ചത് ഇത്ര ചെറിയ കുട്ടീനെ നമ്മൾ എങ്ങനെ ബ്രഷ് ചെയ്യിക്കും, എങ്ങനെ പല്ല് ക്ലീൻ ചെയ്യിക്കും. ഡോക്ടറെ, കുട്ടികളുടെ ഓറൽ ഹൈജീൻ എപ്പോൾ മുതലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഇത് മോസ്റ്റ് ഓഫ് ദ പാരൻസിനുള്ള ഒരു കൺസേൺ തന്നെയാണ്. ചെറിയ ഏജിൽ സ്റ്റാർട്ട് ചെയ്യണോ, അതല്ലെങ്കിൽ അവർ ബ്രഷ് ചെയ്യാൻ തുടങ്ങുന്ന കുട്ടികൾ സമ്മതിച്ച് ബ്രഷ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് സ്റ്റാർട്ട് ചെയ്താൽ മതിയോ എന്നുള്ളത്. ചെറിയൊരു സ്റ്റോറി പറയാം. നമുക്ക് സ്റ്റോറി അല്ല, നമുക്ക് വന്നൊരു പേഷ്യൻറ്റിൻ്റെ ഒരു കാര്യമാണ്. കഴിഞ്ഞ ദിവസം ഒരു പാരൻറ്റ് ഒരു കുഞ്ഞിനെയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. 1.5 വയസ്സുള്ള ഒരു മോനാണ്. അപ്പോൾ അവർ പറഞ്ഞ കൺസേൺ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൻ്റെ മുഖം കഴുകിക്കുമ്പോൾ പോലും ഈ ഭാഗങ്ങളിൽ തട്ടുമ്പോൾ അവൻ കൈ തട്ടി മാറ്റുന്നു. ഇത്രയുള്ളൂ അവർ പറഞ്ഞിട്ടുള്ള, നമ്മുടെ അടുത്ത് വന്നിട്ടുള്ള അവരുടെ കംപ്ലൈൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവർ നോക്കുമ്പോൾ പല്ലിന് ചെറിയൊരു കളർ വ്യത്യാസമുണ്ട്, പല്ലിന് ചെറുതായിട്ട് കേടുള്ള പോലെ തോന്നുന്നുണ്ട്, അല്ലാതെ വേറെ പ്രത്യക്ഷത്തിലൊന്നും കാണുന്നില്ല. മോണയിൽ തൊടുമ്പോഴും അവൻ ചെറിയ വേദന പറയുന്നു, കുട്ടി വീണിട്ടില്ല. ഇതൊക്കെയാണ് ഇവർ വന്ന് പറയുന്ന കാര്യങ്ങൾ. അവരോട് സംസാരിച്ചപ്പോൾ കുട്ടിക്ക് 6 മാസത്തിൽ പല്ല് വന്നിട്ടുണ്ടായിരുന്നു. 6 മാസത്തിൽ പല്ല് വന്നൊരു കുട്ടിക്ക് ബ്രഷ് ചെയ്യണം എന്നുള്ളത് എത്ര പേർക്ക് അറിയാം? അതുപോലെ തന്നെ ആ അമ്മയ്ക്കും അറിയുന്നുണ്ടായിരുന്നില്ല. അമ്മയും വിചാരിച്ചത് ഇത്ര ചെറിയ കുട്ടീനെ നമ്മൾ എങ്ങനെ ബ്രഷ് ചെയ്യിക്കും, എങ്ങനെ പല്ല് ക്ലീൻ ചെയ്യിക്കും, അത് കുറച്ചും കൂടിയൊക്കെ ആവട്ടെ എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആയിരുന്നു അവർക്ക്. പിന്നീട് ഇതൊരു ഹാബിറ്റായി വരാഞ്ഞത് കൊണ്ട് തന്നെ ഒരു വയസ്സൊക്കെ ആയി അവർ ട്രൈ ചെയ്യാൻ ശ്രമിച്ചു പല്ല് ബ്രഷ് ചെയ്യാനായിട്ട്. കുഞ്ഞത് സമ്മതിച്ചില്ല. അവർ വീണ്ടും അത് സൗകര്യപൂർവ്വം അത് ഒഴിവാക്കി എന്ന് തന്നെ പറയാം. Happy super.